നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. സിനിമാ സ്റ്റൈലിൽ ത്രസിപ്പിച്ചുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയുടെ സത്യപ്രതിജ്ഞ. സി ജോസഫ് വിജയ് എന്ന ഞാൻ ഇന്ന് തുടങ്ങിയ വിജയ് പേപ്പറിൽ നോക്കാതെയാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. ആണ്ടവൻ മീതെ ആണയിട്ടായിരുന്നു വിജയുടെ സത്യപ്രതിജ്ഞ. തന്റെ പഞ്ച് ഡയലോഗുകൾ പോലെ പതിനായിരങ്ങളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചായിരുന്നു സത്യപ്രതിജ്ഞ. രണ്ടാമത്തെ ഭാഗം മാത്രമാണ് വിജയ് നോക്കി വായിച്ചത്. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലി നൽകി. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം പങ്കെടുത്തു. വിപുലമായ ചടങ്ങാണ് ഒരുക്കിയിരുന്നത്. ചടങ്ങിന് സാക്ഷിയാകാൻ വിജയുടെ കുടുംബാംഗങ്ങളും TVK പ്രവർത്തകരും സിനിമാ താരങ്ങളുമടക്കം വലിയ നിരയാണ് എത്തിയത്. 120 MLA-മാരുടെ പിന്തുണയോടെയാണ് TVKയുടെ സർക്കാർ രൂപീകരിച്ചത്. വിജയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് 9 മന്ത്രിമാരാണ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോരിൽ ശക്തി പ്രകടനങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ച് ഹൈക്കമാൻഡ്. ആർക്ക് വേണ്ടി പ്രകടനം നടത്തിയാലും അയോഗ്യതയായി വിലയിരുത്തുമെന്നും ഹൈക്കമാൻഡ് അറിയിച്ചു. KPCC നേതൃത്വത്തിനും രൂക്ഷ വിമർശനം. പ്രകടനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടെന്ന് രാഹുൽ ഗാന്ധി. തൽസ്ഥിതി റിപ്പോർട്ട് നൽകാൻ ദീപക് ദാർശിക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രി പ്രഖ്യാപനം നീണ്ടെങ്കിലും ആത്മവിശ്വാസത്തിൽ തന്നെ തുടരുകയാണ് KC പക്ഷം. KC അല്ലാതെ മറിച്ചൊരു തീരുമാനം വരില്ലെന്ന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ചർച്ച തുടരുന്നതിൽ സന്തോഷിച്ച VD പക്ഷം MLA-മാരുടെ എണ്ണത്തിനപ്പുറത്തേക്ക് വീണ്ടും നീങ്ങുന്നത് ഗുണകരമെന്നാണ് കണക്കുകൂട്ടൽ. പ്രതീക്ഷ വിടാതെ RC ഗ്രൂപ്പും മുന്നോട്ട് തന്നെ. അതേസമയം പരസ്യപ്പോര് നിർത്തണമെന്ന ആഹ്വാനത്തിൽ അണികൾക്ക് നിർദ്ദേശം നൽകി ഗ്രൂപ്പ് മാനേജർമാർ. ഇനിയും പ്രകടനവും ഫ്ലക്സും വന്നാൽ സാധ്യത കുറയ്ക്കുമെന്നും നിർദ്ദേശം നൽകി. പ്രതിപക്ഷ നേതാവാകുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാതെ പിണറായി വിജയൻ. ദില്ലിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പിന്നെ കാണാം എന്ന് പറഞ്ഞ മറുപടി നൽകാതെ പോയി. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കും പിണറായി മറുപടി പറഞ്ഞില്ല. അതേസമയം കേരളത്തിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം ആർക്ക് എന്നത് പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യുമെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. തമിഴ്നാട്ടിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് ഗവർണറുടെ നിലപാടാണെന്ന് വിജയ്ക്ക് എല്ലാ ആശംസകളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് അവലോകനമാണ് ഇന്നത്തെ PB യോഗത്തിന്റെ അജണ്ടയെന്നും ബേബി പറഞ്ഞു. കേരളത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഉടൻ തെരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ വേനൽ മഴ ശക്തമാകും. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കുപടിഞ്ഞാറൻ അറബിക്കടലിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ അടുത്ത 5 ദിവസം കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. നാളെ തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെസ്റ്റ് മങ്ങാട് യൂണിറ്റ് 4ാം വാർഷിക പൊതുയോഗം നടത്തി. യൂണിറ്റ് ഓഫീസ് പരിസരത്ത് നടന്ന യോഗം സമിതി കുന്നംകുളം നിയോജക മണ്ഡലം ചെയർമാൻ MK പോൾസൺ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KV വിനോദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിയോജക മണ്ഡലം ജനറൽ കൺവീനർ സോണി സക്കറിയ മുഖ്യാതിഥിയായി. സമിതി യൂത്ത് വിംഗ് വൈസ് പ്രസിഡന്റും നിയോജക മണ്ഡലം ട്രഷററുമായ ജിനീഷ് തെക്കേക്കര, യൂണിറ്റ് സെക്രട്ടറി വിഷ്ണു ഭാരതിയൻ, ട്രഷറർ രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ പുതിയ ഭാരവാഹികളായി KV വിനോദ് പ്രസിഡന്റ്, വിഷ്ണു ഭാരതിയൻ സെക്രട്ടറി, രാജഗോപാൽ ട്രഷറർ എന്നിവരെയും 13-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. യോഗത്തിന് യൂണിറ്റ് അംഗങ്ങളായ സിരീഷ്, സതീഷ് കുമാർ, CM ബഷീർ, ബൈജു, ഷീജ ശ്രീധരൻ എന്നിവർ നേതൃത്വം നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർച്ചയായ 5ാം തവണയും AC മൊയ്തീന്റെ തുടർച്ചയായ 3ാം തവണയും വിജയത്തിന്റെ ഭാഗമായി LDF കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. നഗരസഭ ഗാന്ധി ചത്തുരത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി സമാപിച്ചു. നിയുക്ത MLA AC മൊയ്തീൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, LDF നിയോജക മണ്ഡലം കൺവീനർ MN സത്യൻ എന്നിവർ നേതൃത്വം നൽകി. ഏരിയ സെക്രട്ടറിമാരായ K കൊച്ചനിയൻ, KD ബാഹുലയൻ, EA ദിനമണി, സൗമ്യ അനിലൻ തുടങ്ങിയവരും റാലിയുടെ മുൻനിരയിലുണ്ടായിരുന്നു. വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി പറയുന്നതിനുള്ള പര്യടന ജാഥ മെയ് 11, 12 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അമ്പലപ്പാട്ട് ഗോപാലമേനോൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി എരുമപ്പെട്ടിയിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിജി ജോൺ ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ KP ശ്രീദേവി അധ്യക്ഷയായി. പഞ്ചായത്ത് മെമ്പർമാരായ NK കബീർ, K ഗോവിന്ദൻകുട്ടി, BJP സംസ്ഥാന കമ്മിറ്റി അംഗം E ചന്ദ്രൻ, ഡോക്ടർ ബിനി, KP നന്ദകുമാർ, KP മുകേഷ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.